ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി പാൻഡ ടോക്സ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെറും ഒരേ ഒരു പാർട്ടുള്ള ഒരു കുഞ്ഞു വെബ് ഡ്രാമയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രാമയ്ക്ക് മറ്റ് എപ്പിസോഡുകൾ ഒന്നും തന്നെ കാണത്തില്ല. ഈ ഒരേ ഒരു വീഡിയോ മാത്രമേ കാണൂ. ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു TV പ്രോഗ്രാമാണ്. ആങ്കറിനോടൊപ്പം ഇരിക്കുന്നത് ഇപ്പോഴത്തെ ടീനേജേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടവും ഇന്റർനെറ്റിലൊക്കെ ടോട്ടലി ട്രെൻഡിങ്ങുമായിട്ടുള്ള ഒരു പുതിയ K-pop ഐഡലിനെയാണ്. അവരുടെ പേരാണ് ഹെയ്ന. ഇപ്പൊ ആങ്കറും ഹെയ്നയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൈസ്കൂൾ ലൈഫ് ഒക്കെ മനോഹരമായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹെയ്ന പറയുന്നുണ്ട്, ഞാൻ ആക്ച്വലി ഒരു ക്വയറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, പക്ഷെ ഒരേ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയാണ്. അവരുടെ പേരെന്താണെന്ന് ആങ്കർ ചോദിക്കുമ്പോൾ ഹെയ്ന പറയുന്നുണ്ട് ഹീരു എന്ന്. അങ്ങനെ ആങ്കർ ആവശ്യപ്പെട്ട പ്രകാരം ഹീരോയിന് വേണ്ടിയിട്ട് TVയിലൂടെ ഒരു മെസ്സേജ് അയക്കുകയാണ് ഹെയ്നയും. ഹീരു നിനക്ക് എങ്ങനെയുണ്ട്, നിനക്ക് സുഖമല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് നമ്മളെയും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഹൈസ്കൂളിൽ വെച്ച് ഹീരുവിന്റെ ബുള്ളിയായിരുന്നു ഹെയ്ന. ഇത് 7 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥയാണ്. അങ്ങനെ നമ്മളിപ്പോ കാണിക്കുന്നത് ഹെയ്ന ഹീരുവിനെ ബുള്ളി ചെയ്യുന്ന ഒരു രംഗമാണ്. ഹെയ്ന സ്മോക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ഹീരു ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ, ഇതല്ല ഞാൻ സ്മോക്ക് ചെയ്യുന്നത്, ഇത് ഞാൻ സ്മോക്ക് ചെയ്യുന്ന സാധനമല്ല എന്ന് നിനക്ക് അറിയാമല്ലോ, നിനക്ക് എന്താ കണ്ണിന് പ്രശ്നം വല്ലതും ഉണ്ടോ, കണ്ണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി അവളെ ഹറാസ് ചെയ്യുന്നത് കാണിക്കുകയാണ്. എന്നിട്ട് അത് ഹീരോയിനെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കാനും അവള് ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹെയ്നയുടെ മാനേജർ വിളിക്കുന്നത്. മാനേജർക്ക് ഇവരുടെ സംസാരം കേട്ടിട്ട് ഒത്തിരി സന്തോഷത്തിലിരിക്കുന്ന പോലെ തോന്നിയിട്ട് കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവളും പറയുന്നത്, ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ഒരു നല്ല അടിപൊളി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ പിന്നീട് ഹെയ്ന അവിടുന്ന് പോകുമ്പോൾ, ഞാൻ ഇനിയും തിരിച്ചു വരും, നമുക്ക് അടിപൊളിയായിട്ട് ഒന്നും കൂടി ഗെയിം കളിക്കാം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്ന രംഗം ഇപ്പോഴത്തെ ഹീരോയിനെയാണ്. അവളും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവൾ അവളുടെ ബ്രേക്ക് ടൈമിൽ ഹെയ്നയുടെ പ്രോഗ്രാം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോണില് നല്ല ഫോക്കസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഹെയ്ന എന്നത് പറയുന്നുണ്ട്, നീ ഇത് കാണുവാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന 2 പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇത്രയ്ക്ക് ഫോക്കസ് ആയിരിക്കുന്നത് എന്ന് ചോദിച്ച് അവർ ഫോൺ നോക്കുമ്പോഴാണ് ഹെയ്നയെ കാണുന്നത്. ഹെയ്ന ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഐഡലല്ലേ, ടീനേജേഴ്സിനൊക്കെ ഇവരെ ഒത്തിരി ഇഷ്ടമായെന്നൊക്കെ അവരും പറയുന്നുണ്ട്. എന്നിട്ട് അവരെ ആലോചിക്കുന്നുണ്ട്, നമ്മുടെ പുതിയ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഹെയ്നയെ വെച്ചാലോ, അതാവുമ്പോ ടീനേജേഴ്സിനെ കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാം എന്നൊക്കെ പറയുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഹീറോ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു പെണ്ണ് കോൾ ചെയ്തിട്ട് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള മീറ്റിംഗ് ക്യാൻസൽ ആക്കാൻ പറയാണ്. കാരണം അയാൾ കുടിച്ച് വണ്ടി ഓടിച്ചിട്ട് എന്തോ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഹീറോ ആലോചിക്കുന്നുണ്ട്, എത്ര പെട്ടെന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള മീറ്റിംഗ് ക്യാൻസൽ ആക്കി പോയത് എന്നാലോചിച്ചിട്ട് ഹെയ്നയെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്. എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടിയിട്ട് ഈ ലോകത്ത് ചരിച്ചിട്ട് ഇത്രയും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇപ്പോഴും അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. 7 വർഷത്തിന് മുന്നേ നടന്ന കാര്യമാണെങ്കിലും അവരുടെ പേര് ഇപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് ഭയങ്കര അൺഫെയർ ആണ്, ഈ ലോകത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവളും ചിന്തിക്കുന്നുണ്ട്, ഹെയ്നയ്ക്കെതിരെ ഞാനൊരു ബോംബിട്ട് കഴിഞ്ഞാൽ അത് പൊട്ടുമോ, ഞാനത് എഴുതണോ എന്ന് ആലോചിച്ചിട്ട് അവളും ഹെയ്നയെ പറ്റിയിട്ടുള്ള സത്യങ്ങളൊക്കെ എഴുതുകയാണ് ഓൺലൈനിൽ. അങ്ങനെ ഈ കാര്യം അവരുടെ കമ്പനിയുടെ CEO അറിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഇത് സത്യമാണോ, എത്ര നാൾ ഇതൊക്കെ മറച്ചുകൊണ്ട് നടക്കാൻ കഴിയും എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവളും പറയുന്നത്, ഇതൊക്കെ സത്യം തന്നെയാണ്. എന്നിട്ട് CEOയും അവളെ കൂടുതലൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അവളോട് പറയുന്നുണ്ട്, ഒന്നും അറിയാത്തതുപോലെ തന്നെ നടിക്കുക, ഇതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ ഉത്തരവും കൊടുക്കണ്ട, ഞാനിതെല്ലാം എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് ഷൂട്ടിങ്ങിന് ശേഷം അവൾ അവളുടെ ഫോൺ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് അതിനകത്ത് ആ പോസ്റ്റ് നല്ല ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ മനസ്സിലാക്കി ആരാണെന്ന് ചിന്തിക്കുന്നത്. ആ പോസ്റ്റിനകത്ത് തന്നെ സിഗരറ്റ്സ് മെൻഷൻ ചെയ്തിരിക്കുന്ന മനസ്സിലാക്കി അവൾ മനസ്സിലാക്കാണ് അത് ഹീറോ ആണെന്ന്. പിന്നീട് കാണിക്കുന്നത് അവളുടെ കമ്പനിയുടെ CEO ഹീറോവുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇപ്പൊ ഹീറോയും ഹേനയും തമ്മിൽ ഒരു മീറ്റിംഗ് സെറ്റാക്കി കൊടുത്തിരിക്കുകയാണ്. ഹേന അവളോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് നല്ല രീതിയിൽ തിരിച്ചൊന്നിക്കാം, ഇതൊക്കെ അങ്ങ് സോൾവ് ആക്കാലോ എന്ന് പറയുമ്പോൾ അവളും ചോദിക്കുന്നുണ്ട്, നിനക്കറിയാവോ അന്ന് മുതൽ ഞാൻ നല്ല രീതിയിൽ രാത്രിയിലൊന്നും ഉറങ്ങിയിട്ടില്ല, സിഗരറ്റ്സിന്റെ സ്മെല്ല് എനിക്ക് എപ്പോ കേട്ടാലും എന്റെ ശരീരം മുഴുവനും വിറയ്ക്കും. ഇത് കേട്ട ഹേനയും അതിനിപ്പോ ഞാൻ എന്തോ വേണം എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ പോലെയുള്ള സാധാരണ ആൾക്കാര് ഞങ്ങളെ പോലുള്ള നല്ല സെലിബ്രിറ്റീസിനെ താഴ്ത്തിക്കേട്ടാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നല്ല റൂഡായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഹീറോയും പറയുന്നുണ്ട്, നിന്റെ കമ്പനിയുടെ CEO എന്നോട് വന്ന് നല്ല രീതിയിൽ അപേക്ഷിച്ച് ചോദിച്ചാണ്, നീയുമായിട്ട് ഒരു വട്ടം ഒന്ന് കണ്ടാൽ മതി, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കമ്പനി തകരാറിലാവും, കമ്പനി കാരണം മറ്റ് പാവങ്ങൾ കുറെ പേരും കഷ്ടപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ നിന്നെ വന്ന് കണ്ടത്, പക്ഷെ നീ ഒരു തരി പോലും മാറിയിട്ടില്ല എന്ന് പറയാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ പൈസ തരാമെന്ന് ഹെയ്ന അവളോട് പറയുമ്പോൾ, ഞാൻ നിന്നെ പറ്റിയിട്ട് എഴുതിയ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം, പക്ഷെ എനിക്ക് നീയുമായിട്ട് ഒരു ഇടപാടും വേണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. എന്നിട്ട് അവള് ചിന്തിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു മാറ്റം അവൾക്ക് വന്ന് കാണുമെന്ന്, 7 വർഷം കഴിഞ്ഞതല്ലേ, പക്ഷെ അവള് ഇതുവരെയും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ കാര്യം ആലോചിക്കുന്നതാണ്. ഹീറോ അവളുടെ ടീച്ചറിനോട് ഹെയ്ന പുള്ളി ചെയ്ത കാര്യമെല്ലാം പറയുന്നുണ്ട്, പക്ഷെ അവരത് വിശ്വസിക്കുന്നില്ല. തെളിവിനായിട്ട് അവൾ അവളുടെ കൂടെ മറ്റൊരു പെൺകുട്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവളുടെ പേരാണ് യുൻജു. ഇവളും ഹെയ്നയെ പോലെ തന്നെ അക്കാലത്ത് ഒരു K-pop ഐഡൽ ആവണമെന്ന്
എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ്. ഹീറോനെ ഹെയ്നെ ഡെയിലി ബുള്ളി ചെയ്യുന്നത് യുഞ്ചു കണ്ടിട്ടുണ്ടായിരുന്നു. ടീച്ചറിനോടും നമ്മുടെ ഹീറോ അത് പറയുമ്പോൾ ടീച്ചർ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നല്ല രീതിയിൽ അറിയാമല്ലോ ഒരു K-pop ഐഡൽ ആവാനുള്ള എല്ലാ കഷ്ടപ്പാടും, ഇനി പറ നീ ഇത് കണ്ടയാണോ, സത്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ യുഞ്ചുവും പെട്ടെന്ന് പേടിച്ചിട്ട് അല്ല ഇതെല്ലാം സത്യമല്ല, ഇവള് വെറുതെ കള്ളം പറയുന്നതാണ് എന്ന് പറയാണ്. എന്നിട്ട് യുഞ്ചുവും പെട്ടെന്ന് അവിടുന്ന് പോകുമ്പോൾ നമ്മുടെ ഹീറോയിനോട് ടീച്ചർ തന്നെ റൂഡായിട്ട് ബിഹേവ് ചെയ്യാണ്. കുറെ റൂഡായിട്ട് പറഞ്ഞിട്ട് മുതിർന്നവർ എന്തെങ്കിലും പറയുമ്പോൾ അതിനെല്ലാം യെസ് പറയണം എന്നും നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ പറയുമ്പോഴാണ് പെട്ടെന്ന് ഹേനയുടെ അമ്മ വിളിക്കുന്നത്. അങ്ങനെ ഹീറോ മനസ്സിലാക്കാണ് ഹേനയുടെ അമ്മയും ടീച്ചറും തമ്മിൽ നല്ല ക്ലോസ് ആണെന്ന്. പിന്നീട് ഹീറോ യുഞ്ചുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, ഞാൻ നിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്, നിനക്ക് അറ്റ്ലീസ്റ്റ് സത്യമെങ്കിലും തുറന്നു പറയായിരുന്നു, നീ ഇങ്ങനെയാണോ നിന്റെ ഫ്രണ്ടിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് സങ്കടപ്പെടുകയാണ്. അപ്പൊ യുഞ്ചുവും പറയുന്നുണ്ട്, സോറി എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തു പോയത്, ഒരു ഐഡൽ ആവുന്നത് നല്ല പാടായിട്ടുള്ള കാര്യമാണ്, അത് കുറെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് എങ്ങനെ പെട്ടെന്ന് കയറി ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മുടെ ഹീറോ അവളുടെ സങ്കടവും വിഷമവും എല്ലാം നമ്മുടെ യുഞ്ചുവിനോട് ദേഷ്യപ്പെട്ട് തീർത്തോണ്ടിരിക്കുമ്പോൾ യുഞ്ചുവും പറയുന്നുണ്ട്, നീ നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താവുമെന്ന് നീ ഇന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, എനിക്കും എന്റെ ലൈഫ് ഉണ്ട്, ഞാനൊരു K-pop ഐഡലായി എന്റെ ഡ്രീം അച്ചീവ് ചെയ്തില്ലെങ്കിൽ നീ എന്നെ സംരക്ഷിക്കുമോ, ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നില്ല എങ്കിൽ ഓക്കെ ശരി നമുക്കിനി മുതൽ ഫ്രണ്ട്സ് ആവണ്ട എന്ന് പറയാണ്. അങ്ങനെ ഹീറോയും അവിടുന്ന് സങ്കടത്തിലും ദേഷ്യത്തിലും നടന്നു പോവുകയാണ്. അങ്ങനെ ഇതൊക്കെ കേൾക്കുന്ന ഹേനയും കാണിക്കുകയാണ്. ഹേനയും യുഞ്ചുവിനോട് പറയുന്നുണ്ട്, ഞാൻ കേട്ടല്ലോ നീ ഞങ്ങളുടെ കമ്പനിയിലാണ് നാളെ ഓഡീഷൻ ചെയ്യാൻ വരുന്നതെന്ന്, ഞങ്ങളുടെ CEO നിന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ട യുഞ്ചുവും സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ സത്യം തന്നെയാ, അതുകൊണ്ട് നീ നിന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് രാത്രിയിൽ ഹീറോ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അവൾക്കൊരു ഫോൺ കോൾ വന്ന് അവൾ അത് എടുക്കുന്നത്. ഈ വിളിക്കുന്നത് യുഞ്ചു ആണ്. അങ്ങനെ യുഞ്ചുവും ചോദിക്കുന്നുണ്ട്, ഈ പോസ്റ്റ് എഴുതിയത് നീയല്ലേ, ഐ എം സോറി എനിക്ക് അന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഹീറോയും പറയുന്നുണ്ട്, അത് ഞാൻ നേരത്തെ എഴുതാനെന്ന പോസ്റ്റ് ആയിരുന്നു, എന്തായാലും ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ അടുത്തുനിന്ന് ഒരു ഫോൺ കോൾ ഞാൻ ഇത്രയും ലേറ്റ് ആയിട്ടുള്ള സമയത്ത് പ്രതീക്ഷിച്ചതേയില്ല എന്ന് പറയാണ്. ഹേനയെ പോലെ തന്നെ യുഞ്ചുവും ഒരു ഫേമസ് ആയിട്ടുള്ള K-pop ഐഡലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. യുഞ്ചുവും പറയുന്നുണ്ട്, ഞാനന്ന് ഭയങ്കര യങ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഐഡൽ ആവാനും വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്, സോറി എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഹീറോ പറയുന്നത്, നീയും ഹേനയും ഒരേപോലെ തന്നെയാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒട്ടും വ്യത്യാസം വന്നിട്ടില്ല, നീ ഇപ്പൊ ഈ സോറി ചോദിക്കുന്നത് നിന്റെ ഇമേജിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് ഇതെല്ലാം ഒതുക്കി തീർക്കാനും വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് പറയാണ്. പക്ഷെ 7 വർഷം കഴിഞ്ഞിരിക്കുകയാണ്, സമയം ഒത്തിരി വൈകി, നീ എന്നോടുള്ള കുറ്റബോധം കൊണ്ട് തന്നെ ജീവിക്കണം എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് യുഞ്ചുവിനെയും ഹേനയും ഒരുമിച്ച് TV പ്രോഗ്രാമിലേക്ക് വിളിച്ചിരിക്കുന്നതാണ്. ആങ്കറും പറയുന്നുണ്ട്, ഇത് അടിപൊളിയായിട്ടുള്ള കാര്യമാണല്ലോ, നിങ്ങൾ രണ്ടുപേരും ഒരേ സ്കൂളിലാണല്ലേ പോയത്, അത് അടിപൊളി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഹേനയോട് പറയുന്നുണ്ട്, ഞാൻ കേട്ടായിരുന്നു നിങ്ങളുടെ ന്യൂസ്, കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് വെറുതെ നിങ്ങളുടെ സ്കൂളിലുള്ള ഒരു പെൺകുട്ടി തന്നെയല്ലേ എഴുതിയത് എന്ന് പറയാണ്. എന്നിട്ട് യുഞ്ചുവിനോടും ചോദിക്കുന്നുണ്ട്, അപ്പോ നിനക്ക് ആ പെണ്ണാരാന്ന് അറിയായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആങ്കർ ഹീറോനെ ചീത്ത പറയാണ്. അങ്ങനെ യുഞ്ചുവും നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അങ്ങനെയല്ല, അവൾ അത്രയ്ക്ക് ബാഡ് ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല എന്ന് പറയാണ്. അപ്പോ ആങ്കറും അവിടുന്ന് ഓക്കെ പറഞ്ഞു പോവാണ്. ഈ സമയം ഹേനയും യുഞ്ചുവിനോട് ചോദിക്കുന്നത്, നീ എത്ര നാൾ ഇങ്ങനെ ഹീറോനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ സോളോ ആൽബത്തിനെ പറ്റിയിട്ടുള്ള കാര്യം നിന്റെ ബോസിനോട് സംസാരിക്കാം, നിനക്കറിയാമല്ലോ നിന്റെ ബോസ് പണ്ട് എന്റെ മാനേജർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന എന്തും അയാൾ കേൾക്കുമെന്ന് എന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തി പോവുകയാണ്. അങ്ങനെ യുഞ്ചുവും ചിന്തിക്കുന്നുണ്ട്, 7 വർഷം കഴിഞ്ഞു, പക്ഷെ എന്നിട്ടും എനിക്കൊരു മാറ്റം വന്നില്ല, ഇത്ര ഫേമസ് ആണ് റിച്ച് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ എന്റെ അവസ്ഥ ഇപ്പോഴും ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യുഞ്ചുവിന്റെയും ഹേനയുടെയും പ്രോഗ്രാമിന്റെ ലൈവ് സ്റ്റാർട്ട് ആകുകയും ഹീറോ അത് കാണുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം വീണ്ടും അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് ആരെ പ്രൊഡക്റ്റിന്റെ മോഡലാക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൈവിന്റെ ഇടയിൽ യുഞ്ചു ഒന്ന് ചിരിക്കാതെ പോലും ഇരിക്കുന്ന കണ്ട് ആങ്കർ പറയുന്നുണ്ട്, ഒന്ന് ചിരിക്കേ, ഇത് ലൈവാണ് എന്നൊക്കെ പറയാണ്. എന്നിട്ട് ആങ്കറും ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ യുഞ്ചു പറയുന്നുണ്ട്, ഞാനും ഹേനയും പണ്ട് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, ഞാൻ ഐഡലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹേന എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിരുന്നു, ഡാൻസ് കളിക്കുന്നതിലും പാട്ട് പാടുന്നതിലും ഒക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് അത് മാത്രമല്ല ഇവള് സ്കൂളിൽ ബുള്ളി ചെയ്ത കാര്യമൊക്കെ ഞാൻ മറച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഹെൽപ്പ് എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നും പറയാണ്. എന്നിട്ട് പറയാണ്, ഈ റൂമർ എല്ലാം സത്യം തന്നെയാണ്, എന്റെ ഹൈസ്കൂളിൽ വെച്ചുള്ള അടുത്ത കൂട്ടുകാരിയായിരുന്ന പെൺകുട്ടിയെ ഇവള് 3 വർഷത്തോളം ബുള്ളി ചെയ്തിരുന്നു, പക്ഷേ ഞാനിപ്പോ ഇത് 7 വർഷത്തിന് ശേഷമാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് ഹേനയും ചോദിക്കുന്നത്, നീ എന്താ പറയുന്നത്, നിനക്ക് വട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഹേനയും അവിടുന്ന് ദേഷ്യത്തിൽ എണീറ്റ് പോവുകയാണ്. പക്ഷെ യുഞ്ചു ഇപ്പോഴും സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, അന്ന് എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല, നീ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ അന്ന് ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്, ആ വിഷമത്തിൽ തന്നെ ഞാൻ ഇനി ജീവിക്കും, നീ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഹീറോയും ഇത് കണ്ട് കരയുന്നുണ്ട്. കൂടെ നിൽക്കുന്നവര് വിചാരിക്കുന്നത് അവൾക്ക് K-pop ഐഡൽസിനെ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇമോഷണൽ സീൻ കണ്ടപ്പോൾ കരഞ്ഞു പോയത്
നല്ലതാണെന്ന്. പിന്നീട് ഹെയ്നയെ നമുക്ക് ഇതിനകത്ത് വെക്കണ്ട, യുൻജുനെ വെച്ചാൽ മതിയെന്നും എന്നൊക്കെ ചിന്തിക്കുകയാണ്. അതേസമയം തന്നെ യുൻജു അവളെ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. ഹീറോ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് നമ്മുടെ ഹീറോ അവളെ കൊണ്ടുവരുന്നുണ്ട്. ഹീറോ യുൻജുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നത് ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. കാരണം അവള് വലിയൊരു സെലിബ്രിറ്റിയാണ് ഇപ്പോ. അപ്പൊ നമ്മുടെ യുൻജു പറയുന്നുണ്ട്, ഓ അതൊന്നും കുഴപ്പമില്ല, ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് എന്റെ റെസിഗ്നേഷന്റെ കാര്യം എല്ലാ മീഡിയയിലും അറിഞ്ഞിരിക്കും എന്ന് പറയുകയാണ്. അപ്പൊ നീ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, ഞാൻ നിന്റെ ഫ്രണ്ട് ആയിട്ടിരിക്കാൻ പോവാ, നീ എന്റെ സോറി അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ഹീറോ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ വെറുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ എന്നോട് സോറിയും ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരും പണ്ടത്തേലും കാട്ടിലും അടിപൊളി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിലേക്ക് മാറിപ്പോവുകയാണ്. അങ്ങനെ ഇതോടുകൂടിയിട്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും റിലേറ്റീവ്സും എല്ലാവരും കണ്ടിരിക്കാനും വേണ്ടിയിട്ട് അവർക്ക് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ഡ്രാമ ആയിട്ട് കാണാം. ബൈ, താങ്ക് യു.